ഇത് ഹർത്താൽ പിന്നെ എന്തിനാ നടത്തുന്നത്? ഹർത്താൽ എന്തിനാ നിങ്ങൾ നടത്തുന്നത്? നാട്ടുകാരുടെ നെഞ്ചത്തേക്ക് കയറാനോ? നാട്ടുകാരുടെ നെഞ്ചത്ത് കയറാനോ? ആശുപത്രി അതൊക്കെ നിങ്ങളുടെ സംസ്കാരം. ഇത്തരം ആ കാണിക്കുന്ന സംസ്കാരത്തിന്റെ പേരാണ് പറഞ്ഞത്. ആ കാണിക്കുന്ന സംസ്കാരത്തിന്റെ പേരാണ് തെമ്മാടിത്തരം എന്ന് പറഞ്ഞത്. റോഡിൽ തടഞ്ഞു നിർത്തിയിട്ട് ഒരു രോഗിക്ക് ആശുപത്രിയിൽ പോകാനുള്ള സ്വാതന്ത്ര്യത്തിനെ നിഷേധിക്കുന്നെങ്കിൽ അത് തെമ്മാടിത്തരം. അവര് ഹോസ്പിറ്റലിൽ പോയല്ലോ ആദ്യം. അവിടെ അവര് പോയോ ഇല്ലയോ എന്നുള്ളതല്ലല്ലോ ഇവിടുത്തെ വിഷയം. അത് പോലീസുകാർ കൊണ്ടുപോയിട്ടാണ്. നിങ്ങൾ കാണിച്ചിരിക്കുന്ന സൗജന്യത്തിന്റെ പുറത്തല്ല. നിങ്ങൾ കാണിച്ചിരിക്കുന്ന സൗജന്യത്തിന്റെ പുറത്തല്ല. വഴി തടയാനായിട്ടും താങ്കൾ പറഞ്ഞതുപോലെ അബ്സല്യൂട്ട് റൈറ്റ് അല്ല സഞ്ചാര സ്വാതന്ത്ര്യം എന്ന് പറഞ്ഞിരിക്കുന്നത് എന്ത് അധികാരത്തിന്റെ പേരിലാണ് ശ്രീ കവിക്കാട്? ശരി, ശ്രീ ശ്രീജിത്ത് പണിക്കർ, രണ്ട് കാര്യങ്ങൾ അദ്ദേഹം പറഞ്ഞതിൽ പ്രസക്തമാണ്. ഒന്ന്, ഇതൊരു ദളിത് സമരമാണ് എന്ന് കണ്ടുകൊണ്ട് ജനങ്ങൾ അതിനോട് മുഖം തിരിച്ചു നിന്നു, സമരത്തോട് സഹകരിച്ചില്ല. പിന്നെയുള്ളത്, പോലീസ് മനഃപൂർവ്വം ഈ ജനങ്ങളെ ഈ സമരക്കാർക്കെതിരെ തിരിക്കുവാൻ വേണ്ടി കൈയും കെട്ടി നോക്കി നിന്നു. ഹർത്താലിന്റെ പേരിൽ മനുഷ്യന്റെ പൊതുവഴിയിലെ സഞ്ചാര സ്വാതന്ത്ര്യത്തിനെ, വാഹന ഗതാഗതത്തിനെ, ഓഫീസിന്റെയും കടകളുടെയും പ്രവർത്തനത്തിനെ തടയുന്ന ആൾക്കാരെ ഹർത്താൽ അനുകൂലികൾ എന്നല്ല ഗുണ്ടകൾ എന്നാണ് വിളിക്കേണ്ടത്. അങ്ങനെ ആരുടെയെങ്കിലും സഞ്ചാര സ്വാതന്ത്ര്യമോ അവരുടെ ജോലിയുമായി ബന്ധപ്പെട്ട അവരുടെ ഉപജീവന മാർഗത്തിനെ തടയുന്ന പ്രവൃത്തി ഉണ്ടായിട്ടുണ്ട് എങ്കിൽ ആ നടന്നിരിക്കുന്നതിന് തെമ്മാടിത്തരം എന്നാണ് പറയുന്നത്. അത് ചെയ്യുന്ന ആൾക്കാരെ ഗുണ്ടകൾ എന്നാണ് വിളിക്കേണ്ടത്. അക്രമം നടത്തിയിരിക്കുന്ന ഗുണ്ടകൾക്ക് അത് മനസ്സിലാവില്ല എങ്കിലും രോഗികളുടെയും വിദ്യാർത്ഥികളുടെയും മനോവിഷമം നിതിൻ രാജിന് മനസ്സിലാക്കാൻ കഴിയുമായിരുന്നു എന്നാണ് ഞാൻ കരുതുന്നത്. അപ്പൊ നിങ്ങൾ ഈ ചെയ്യുന്ന തെമ്മാടിത്തമൊക്കെ നിതിൻ രാജ് എന്ന് പറയുന്ന വ്യക്തിപരമായിട്ട് ഇഷ്ടപ്പെടുമായിരുന്നോ ഇല്ലയോ എന്നുള്ള ഒരു ചോദ്യം ഈ തെമ്മാടിത്തം അഴിച്ചുവിട്ടിരിക്കുന്ന ആൾക്കാർ സ്വയം ചിന്തിക്കേണ്ടതായിരുന്നു എന്നുള്ളതാണ് പ്രധാനപ്പെട്ട കാര്യം. ഒരു ക്യാൻസർ രോഗി ആശുപത്രിയിൽ ചികിത്സയ്ക്കായി പോകണമെങ്കിൽ നാട്ടിലെ ഒരു ഗുണ്ടയുടെ അനുമതി വാങ്ങണം എന്ന് പറയുന്നത് എന്ത് തരത്തിലുള്ള നിയമമാണ്? ഷോ കാണിച്ചാൽ ആശുപത്രിയിൽ പോകാൻ അനുവദിക്കില്ലെന്ന് പറയാൻ ആ പറയുന്നവന്റെ പിതാശ്രീ വിട്ടുകൊടുത്തിരിക്കുന്ന സ്ഥലത്തല്ല റോഡ് ഉണ്ടാക്കിയിരിക്കുന്നത് എന്നുള്ളതാണ് ഏറ്റവും ലളിതമായിട്ടുള്ള മറുപടി. അതിനപ്പുറത്തേക്ക് മാന്യമായിട്ട് അങ്ങനെ തെമ്മാടിത്തം കാണിക്കുന്ന ഗുണ്ടകളോട് സംസാരിക്കാൻ കഴിയില്ല. ഏറ്റവും ലിമിറ്റഡ് പോയിന്റ് ആണ് ഞാൻ പറയുന്നത്. ഹർത്താൽ ഗുണ്ടകളെ ശരിയായി കൈകാര്യം ചെയ്തിരിക്കുന്ന കണിയാപുരത്തെയോ മറ്റോ പോലീസുണ്ട്. അവരാണ് സത്യത്തിൽ നമ്മുടെ സാഷ്ടാംഗമുള്ള ഒരു പ്രണമിക്കൽ അവർ വാങ്ങേണ്ടത്. നമ്മൾ അങ്ങനെയുള്ള ഒരു പ്രണാമം അവർക്ക് കൊടുക്കേണ്ടതായിട്ടുണ്ട്. കാരണം അവിടെയുള്ള ഈ അക്രമം ഉണ്ടാക്കാൻ വന്ന, വഴി തടയാൻ വന്നിരിക്കുന്ന പല ആൾക്കാരെയും അവരവിടെ നിന്ന് യാതൊരു വിധത്തിലുള്ള ഒരു തരത്തിലുള്ള കരുതലും മര്യാദയും ഒന്നും കൊടുക്കാതെ അവരെ തള്ളി മാറ്റുന്നുണ്ടായിരുന്നു. അങ്ങനെയാണ് പോലീസ് സത്യത്തിൽ പ്രവർത്തിക്കേണ്ടത്. വഴിയിൽ തടസ്സപ്പെട്ടിരിക്കുന്ന മനുഷ്യർക്ക്, ചികിത്സ നിഷേധിക്കപ്പെട്ടിരിക്കുന്ന രോഗികൾക്ക്, പരീക്ഷ എഴുതാൻ കഴിയാതിരുന്ന വിദ്യാർത്ഥികൾക്ക് നിതിൻ രാജിനോട് ഒരു വിരോധവുമില്ല. നിതിൻ രാജിനും അദ്ദേഹത്തിന്റെ കുടുംബത്തിനും നീതി കിട്ടണം എന്നുള്ള താല്പര്യം മാത്രമാണ് അവർക്കുള്ളത്. നിതിന്റെ കുടുംബത്തിന്റെ ദുഃഖത്തിനോടൊപ്പമാണ് അവര്. പക്ഷെ അവർക്ക് നിങ്ങൾ മറുപടിയായിട്ട് ഇന്ന് എന്താ കൊടുത്തത്? കീമോതെറാപ്പിക്ക് ഒരാളിന് ഡേറ്റ് കിട്ടുക എന്ന് പറയുന്നത് നിങ്ങളുടെ ഹർത്താൽ നോക്കിയിട്ടാണ് ഒരു സർക്കാർ സംവിധാനത്തിൽ അത് ചെയ്യേണ്ടത്. ഒരു സെൻട്രൽ യൂണിവേഴ്സിറ്റിയുടെ ഒരു പരീക്ഷ നടക്കുന്ന സമയത്ത് നിങ്ങളുടെ ഹർത്താലിന്റെ ഡേറ്റ് നോക്കിയിട്ടാണോ ആ പരീക്ഷ മാറ്റിവെക്കേണ്ടത്? അപ്പൊ നിങ്ങളുടെ കോസിനോടൊപ്പം നിൽക്കുന്ന ആൾക്കാരെ ശത്രുക്കളായി കണ്ട് അവരെ കൂടി ഈ കോസിൽ നിന്ന് അകറ്റുന്ന തരത്തിലുള്ള ഗുണ്ടായിസം നടത്തിയതിനു ശേഷം ഞങ്ങൾ ദളിത് വിഭാഗത്തിലുള്ള ആൾക്കാരായതുകൊണ്ട് ഇവിടെ സഹകരിച്ചില്ല എന്നല്ല പറയേണ്ടത്. ഈ ഇരിപ്പിൽ അങ്ങോട്ട് സമാധിയായാൽ മതിയായിരുന്നു. അത് കൊള്ളാം. ഈ ഹർത്താൽ സ്വാഭാവികമായിട്ടും പ്രതിഷേധങ്ങൾ കടുക്കുമ്പോൾ അത് ഹർത്താലാവുക, പ്രഖ്യാപിക്കുക എന്നുള്ളത് രാഷ്ട്രീയ പാർട്ടികളും ചെയ്യുന്നതാണ്. ആ കൂട്ടത്തിൽ അതുപോലൊരു ഹർത്താൽ തന്നെയാണ് നമ്മൾ ഉദ്ദേശിച്ചത്. നല്ല ഐഡിയ. പക്ഷേ ഇപ്പോൾ ശ്രീജിത്ത് പണിക്കർ പറയും പോലെ ഈ ഹർത്താൽ നടത്തിയവരെല്ലാം ഗുണ്ടകളെന്ന് പറയാൻ പറ്റില്ല. അക്രമങ്ങൾ ഉണ്ടായി എന്നുള്ളത് വസ്തുവാണ്. പക്ഷെ അതൊരു ആക്ഷേപമാണ്. ശ്രീജിത്ത് പണിക്കർ ഹർത്താൽ നടത്തിയവരെയല്ല, ഹർത്താലിൽ അക്രമം നടത്തിയിരിക്കുന്ന ആൾക്കാരെ ഗുണ്ടകളെന്ന് 3 വട്ടം പറയും, അല്ലെങ്കിൽ 100 വട്ടം പറയും. സമാധാനപരമായിട്ട് ഹർത്താൽ നടത്തിയിരുന്നവരെ അല്ല പറഞ്ഞത്, അക്രമം നടത്തിയ ആൾക്കാരെ, വഴി തടഞ്ഞ ആൾക്കാരെ എന്ന് തന്നെയാണ്. അതിൽ ഒരു റിഗ്രറ്റും ഇല്ല. അങ്ങനെ കാണിക്കുന്നവർ ഗുണ്ടായിസമാണ് കാണിക്കുന്നത്, തെമ്മാടിത്തരമാണ്. അത് കാണിക്കുന്ന ആൾക്കാർ ഗുണ്ടകളാണ്, സംശയമില്ല. ഏത് നിയമത്തിന്റെ അടിസ്ഥാനത്തിലാണ് നിങ്ങൾ വഴി തടയുന്നത്? ഏത് നിയമത്തിന്റെ അടിസ്ഥാനത്തിലാണ് ഒരാൾ ഷോ കാണിച്ച് അങ്ങനെ ആശുപത്രി പോകണ്ടെന്ന് തീരുമാനിക്കുന്നത്? അവനാണോ തീരുമാനിക്കുന്നത്? ഇന്ന് ആരൊക്കെ ആശുപത്രി പോകണം, ആരൊക്കെ പരീക്ഷ എഴുതണമെന്ന്? അതിനുള്ള അവകാശമൊന്നുമില്ല. ഹർത്താൽ സമാധാനപരമായിട്ട് പറയാം. നിങ്ങളാണ് പറഞ്ഞത് വഴി നടക്കാനുള്ള സ്വാതന്ത്ര്യം തടയില്ല, അവശ്യ സർവീസുകൾ തടയില്ല എന്ന് പറഞ്ഞത് നിങ്ങളാണ്. എന്നിട്ട് നിങ്ങൾ രായ്ക്ക് രാമാനും ആ തീരുമാനം മാറ്റുകയും ഇവിടെയുള്ള ആൾക്കാരെ വഴി തടയുകയും ചെയ്യാൻ ഏത് നിയമത്തിലാണെന്ന് പറഞ്ഞിട്ടൊക്കെ പോയാൽ മതി. അങ്ങനെയാണെങ്കിൽ സമ്മതിച്ചു. ഏത് നിയമമാണ് ഹർത്താൽ നടത്തുന്ന ആൾക്കാർക്ക് വഴി തടയാനും ഇത്തരത്തിലുള്ള കാര്യങ്ങൾക്കുള്ള അനുമതി നൽകുന്നത്? ഒന്നുമില്ല. അതിനാണ് ഗുണ്ടായിസം എന്ന് പറയുന്നത്.
കാരണം ഇവിടെ ആർട്ടിക്കിൾ 21 അനുസരിച്ച് മനുഷ്യന് അന്തസ്സോടെ ജീവിക്കാനുള്ള ഒരു അവകാശമുണ്ട്. നിങ്ങൾക്ക് ഒരുപക്ഷെ അറിയില്ല ശ്രീ ചാലമോഹനൻ, ഇന്നത്തെ ദിവസം കീമോതെറാപ്പിക്ക് ഡേറ്റ് കിട്ടിയിരിക്കുന്ന ഒരാളിനെ സംബന്ധിച്ചിടത്തോളം ആ ഡേറ്റ് സ്കിപ്പ് ആയി കഴിഞ്ഞാൽ, ഡയാലിസിന് ഡേറ്റ് കിട്ടിയിരിക്കുന്ന ഒരാളിനെ സംബന്ധിച്ചിടത്തോളം ആ ഡേറ്റ് സ്കിപ്പ് ആയി പോയി കഴിഞ്ഞാൽ അയാൾക്കും അയാളുടെ കുടുംബത്തിനും ഉണ്ടാകുന്ന വ്യഥ എന്താണെന്ന് നിങ്ങൾക്ക് മനസ്സിലാവില്ല. അത് നിങ്ങളുടെ പ്രശ്നമാണ്, മറ്റുള്ളവരുടെ പ്രശ്നമല്ലത്. എന്തിനുള്ള പുറപ്പാടാണ്ടോ? താങ്കൾ പറയുന്നതിനോട് താങ്കളുടെ അഭിപ്രായങ്ങൾ വളരെ കാലം ഈ ചാനലൊക്കെ കാണുന്ന ഒരാളാണ്. പക്ഷേ താങ്കൾ ഇത്രയും തരംതാഴ്ന്ന് സംസാരിക്കാൻ പാടില്ലായിരുന്നു. ഇതിൽ തരംതാഴ്ന്നൊന്നുമില്ല. വഴി തടഞ്ഞിരിക്കുന്ന ഒരു ആശുപത്രിയിലേക്ക് ചികിത്സയ്ക്ക് പോകണമെന്ന് പറയുന്ന ക്യാൻസർ രോഗിയോട് നീ ഷോ കാണിച്ചിട്ട് അങ്ങനെ പോകണ്ട എന്ന് പറയുന്നത് ശുദ്ധ തെമ്മാടിത്തമാണ്. അങ്ങനെ പറയുന്നത് ഗുണ്ടായിസമാണ്. ഇത് വടി കൊടുത്ത് അടി വാങ്ങുന്ന പരിപാടിയാണല്ലോ ബാബു. സഞ്ചാര സ്വാതന്ത്ര്യം ഒരു അബ്സല്യൂട്ട് റൈറ്റ് ആയി കാണരുത് എന്നൊക്കെയാണ് സണ്ണി കപ്പിക്കാട് പറയുന്നത്. എന്ത് തരത്തിലുള്ള ഭരണഘടനാ ബോധ്യമാണ് ഇദ്ദേഹത്തിനുള്ളത്? ഇതൊരു പ്രത്യേക സാഹചര്യമാണെന്നൊക്കെ ഇൻസെൻസിറ്റീവ് ആയിട്ട് പറയുകയാണ്. അപ്പൊ നിങ്ങളൊരു കോസ് ഏറ്റെടുക്കുന്നു, അതിന്റെ പേരിൽ ഈ നാട്ടിലുള്ള രോഗികളായിക്കോട്ടെ, വിദ്യാർത്ഥികളായിക്കോട്ടെ, സാധാരണക്കാരായിക്കോട്ടെ, ഡെയിലി വേജസ് വർക്കേഴ്സ് ആയിക്കോട്ടെ, അവരുടെ അവകാശങ്ങൾ അബ്സല്യൂട്ട് ആണോ അല്ലയോ എന്ന് നിങ്ങൾ അങ്ങ് തീരുമാനിക്കുക. അതിനുള്ള അവകാശം സണ്ണി കപ്പിക്കാടിനും കൂട്ടർക്കും ആരാ നൽകിയത്? എന്റെ കൊച്ചേട്ട നിങ്ങൾക്കും കൂടിയോ? നാലാളെ കണ്ട അവന്റെ തലക്ക് ഭ്രാന്താണെന്ന് അറിയത്തില്ലേ? വെറുതെ തള്ളിയിട്ട് പോയതാ. ഇങ്ങനെ അദ്ദേഹം ഇന്ന് ഒരു ചാനലിൽ സംസാരിക്കുന്ന സമയത്ത് ശ്രീ സണ്ണി കപ്പിക്കാട് പറഞ്ഞത് ഇന്നൊരു പ്രത്യേക സാഹചര്യമാണ്, അപ്പോൾ അതുകൊണ്ട് മനുഷ്യർക്കുള്ള അവകാശം ഒരു അബ്സല്യൂട്ട് റൈറ്റ് ആണെന്ന് കരുതരുതെന്നാണ്. അത് തീരുമാനിക്കാൻ ശ്രീ സണ്ണി കപ്പിക്കാട് ആരാണ്? ഇത്രയും ആളുകളുടെ മുമ്പിൽ വെച്ച മനുഷ്യന്റെ തൃപ്തിയായില്ലടാ. ഇന്ന് നിങ്ങളുടെ കൂട്ടത്തിലുള്ള ആൾക്കാരാണോ തീരുമാനിക്കേണ്ടത് ഏതെങ്കിലും ഒരു രോഗി അയാളുടെ ഡയാലിസിന് പോകണോ, അയാളുടെ കീമോതെറാപ്പിക്ക് പോകണോ എന്ന് നിങ്ങളാണോ തീരുമാനിക്കുന്നത്? നിങ്ങൾ 7 ദിവസം മുമ്പ് ഹർത്താൽ പറഞ്ഞു എന്ന് കരുതി നിങ്ങളുടെ വീട്ടിൽ വന്നിട്ട് ചേട്ടാ ഞാൻ പൊക്കോട്ടെ എന്ന് പറഞ്ഞിട്ട് എഴുതി ഒപ്പിട്ട് മേടിക്കണോ? ഇത് വെള്ളരിക്കാപ്പട്ടണോ ഉഗാണ്ടയോ ഒന്നും അല്ല. ഒരുത്തൻ അപകടം പറ്റി ആസ്പത്രി കിടക്കുമ്പോഴല്ല ചെറ്റവർത്താനം പറയല്, മനസ്സിലായോ? അദ്ദേഹം പറഞ്ഞിരിക്കുന്ന ന്യായം ഒന്ന് ആലോചിച്ച് നോക്കൂ. പരീക്ഷ എഴുതാനായിട്ട് ആൾക്കാർ ആരെങ്കിലും ഇത്തരത്തിൽ വണ്ടി തടയുന്ന സ്ഥലത്ത് പെട്ടുകിടപ്പുണ്ടെങ്കിൽ അതിനുള്ള സംവിധാനം അവർ പറഞ്ഞിട്ട് ഉണ്ടാക്കണമായിരുന്നു. എങ്ങനെ? ഒരു 10 വണ്ടി കിടക്കുമ്പോൾ 10ാമത് കിടക്കുന്ന വണ്ടിയിലാണ് പരീക്ഷയ്ക്ക് പോകേണ്ട വിദ്യാർത്ഥികൾ ഉള്ളതെങ്കിൽ ഇവർ ക്രെയിൻ കൊണ്ടുവന്നിട്ട് ആ വണ്ടിയെ പൊക്കി ഈ ക്യൂവിന്റെ മുന്നിൽ കൊണ്ടുവെക്കുമോ? എന്തൊക്കെ അസംബന്ധമാണ്. നിനക്കതൊക്കെ എങ്ങനെയാ സാധിക്കുന്നത്? അതെ, വായിട്ടടച്ചിട്ട് കാര്യമില്ല. വായിട്ടലക്കല്ല, നിങ്ങൾ കാണിക്കുന്ന മര്യാദയാണ് തുറന്നു കാട്ടുന്നത്. വായിട്ടലപ്പല്ല, നിങ്ങൾ കാണിച്ചിരിക്കുന്ന കയ്യൂക്കിന്റെ പ്രകടനം ഇന്നുണ്ടായിരുന്നു. ആ കയ്യൂക്കിന്റെ പ്രകടനത്തിനാണ് ചോദ്യം ചെയ്യുന്നത്. അത് അന്തസ്സും അഭിമാനവുമുള്ള ആരും ചോദ്യം ചെയ്യും. അതിന് നിങ്ങൾ ദളിത് കാർഡ് കൊണ്ടുവന്നിട്ട് വിക്ടിം കാർഡ് ഇറക്കരുത്. അതിന് നിങ്ങൾ ദളിത് കാർഡ് കൊണ്ടുവന്നിട്ട് വിക്ടിം കാർഡ് ഇറക്കരുത്. തോന്നി അതങ്ങനെ വരൂ, അതങ്ങനെ സംഭവിക്കൂ. ഈ ലോകത്തിന്റെ ഒരു പോക്കേ. ഈ പറയുന്നത് എന്റെ വീട്ടിൽ വന്ന് ചോദിക്കണം എന്നൊക്കെ പറയുന്നത് തേർഡ് റൈറ്റ് വർത്താനം നിങ്ങൾ പറയരുത്. ഒരു തേർഡ് റൈറ്റ് വർത്താനൊന്നുമല്ല. ഏതെങ്കിലും ഒരുത്തൻ വന്നിട്ട് റോഡിൽ നിന്നിട്ട് ഷോ കാണിച്ചു കഴിഞ്ഞാൽ നീ ആശുപത്രി പോകത്തില്ല എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അത് തേർഡ് റൈറ്റ് പ്രവൃത്തിയാണെന്ന് പറയാനായിട്ട് സണ്ണി കപ്പിക്കാരൻ എന്താണ് ഉറപ്പില്ലാത്തത്? എന്താണ് നട്ടലുറപ്പില്ലാത്തത്? അവർക്ക് താങ്കൾ പറയണം. നിങ്ങളുടെ കൂട്ടത്തിൽ നിന്ന് ഒരാൾ വന്നിട്ട് പൊതുനിരത്തിൽ വന്നിട്ട് ആശുപത്രിയിലേക്ക് പോകേണ്ടുന്ന ക്യാൻസർ രോഗിയോട് നീ ഷോ കാണിക്കുന്നുണ്ട് നീ പോവണ്ടെന്ന് പറയുമ്പോൾ ആ കാണിക്കുന്നതാണ് സാറേ തേർഡ് റൈറ്റ് പ്രവൃത്തി. അല്ലാതെ അത് ആ കാണിച്ചിരിക്കുന്ന തെമ്മാടുത്തമാണെന്ന് പറയുന്നത് അല്ല തേർഡ് റൈറ്റ്. ഇങ്ങനെ മിണ്ടാൻ പറ്റാതെ നിൽക്കുന്നതിന് ഞങ്ങളുടെ നാട്ടിൽ എന്താ പറയാന്നറിയോ? അണ്ണാക്കിലെ പിരിവെട്ടി. അതൊക്കെ നിങ്ങളുടെ സംസ്കാരം ഇത്തരം ആ കാണിക്കുന്ന സംസ്കാരത്തിന്റെ പേരാണ് പറഞ്ഞത്. ആ കാണിക്കുന്ന സംസ്കാരത്തിന്റെ പേരാണ് തെമ്മാടിത്തരം എന്ന് പറഞ്ഞത്. റോഡിൽ തടഞ്ഞു നിർത്തിയിട്ട് ഒരു രോഗിക്ക് ആശുപത്രിയിൽ പോകാനുള്ള സ്വാതന്ത്ര്യത്തിനെ നിഷേധിക്കുന്നെങ്കിൽ അത് തെമ്മാടിത്തരമാണ് സാർ. അല്ലാതെ അതിന്റെ അഭ്യുദയകാംക്ഷി എന്നല്ല പറയേണ്ടത്. അല്ലാതെ അതിന്റെ അഭ്യുദയകാംക്ഷി എന്നല്ല പറയേണ്ടത്. ഒരേ ഒരു കേസാണ് നിങ്ങൾ ഈ പറയുന്നത്. ഒരേ ഒരു കേസ് കേരളത്തിലെ ആ മനുഷ്യനെ സംബന്ധിച്ചിടത്തോളം അയാളുടെ ജീവിതമാണ് സാർ, അയാളുടെ കുടുംബത്തിന്. നിതിൻ രാജ് എന്ന് പറയുന്നത് ഒരാളിന്റെ കേസാണോ? നിതിൻ രാജിന്റെ പ്രശ്നം എന്ന് പറയുന്നത് ഒരാളിന്റെ കേസല്ല, കേരളത്തിന്റെ മൊത്തം കേസാണെന്ന് പറയുന്നത് പോലെ ഇന്ന് കീമോതെറാപ്പിക്ക് ഡേറ്റ് കിട്ടിയിരിക്കുന്ന ഒരാളിന്റെ കേസും നമ്മുടെ മൊത്തത്തിലുള്ള കേസാണ് സാറേ. അല്ല നിങ്ങളുടെ കേസ് മാത്രമല്ല. കാര്യം മനസ്സിലാക്കുക, അവര് ഹോസ്പിറ്റലിൽ പോയല്ലോ ആദ്യം. അവിടെ അവര് പോയോ ഇല്ലയോ എന്നുള്ളതല്ലല്ലോ ഇവിടുത്തെ വിഷയം. അത് പോലീസുകാർ കൊണ്ടുപോയിക്കാണ്. നിങ്ങൾ കാണിച്ചിരിക്കുന്ന സൗജന്യത്തിന്റെ പുറത്തൊന്നുമല്ല. നിങ്ങൾ കാണിച്ചിരിക്കുന്ന സൗജന്യത്തിന്റെ പുറത്തല്ല. വഴി തടയാനായിട്ടും താങ്കൾ പറഞ്ഞതുപോലെ അബ്സല്യൂട്ട് റൈറ്റ് അല്ല സഞ്ചാര സ്വാതന്ത്ര്യം എന്ന് പറഞ്ഞിരിക്കുന്നത് എന്ത് അധികാരത്തിന്റെ പേരിലാണ് ശ്രീ കപ്പിക്കാട്? നീ എന്തിനാണ് ഈ ലോകത്ത് ജനിച്ചിരിക്കുന്നറിയാം? എന്റെ കാലിലായിട്ട് ഇത് ഇന്നും ഇന്നലെയും തുടങ്ങിയല്ല. ഇന്നുള്ള ഒരു വിദ്യാർത്ഥിയുടെ കാര്യം പറഞ്ഞുകൊണ്ട് നിരവധി വിദ്യാർത്ഥികൾ ഒരു വർഷമായി തയ്യാറെടുത്തിരുന്ന അവരുടെ എക്സാമിന്, എൻട്രൻസ് എക്സാമിന് അവസരം നിഷേധിച്ചതിന് ശേഷം ഒരു ഉളുപ്പുമില്ലാതെ ആ കാര്യത്തിനെ പറ്റി ഖേദമുണ്ട് എന്ന് പറഞ്ഞുകൊണ്ട് ആ നഷ്ടപ്പെട്ട പിള്ളേർക്ക് പോയത് പോയി. എന്താ എല്ലാം കയ്യിൽ നിന്ന് പോവാ? അപ്പൊ ജയിലല്ലെങ്കിൽ മരണം, അത് ഏതാണ്ട് ഉറപ്പായി. വിദ്യാർത്ഥികൾക്ക് അവിടെയുള്ള പോലീസ് ഓഫീസർമാരെ സമീപിക്കാമായിരുന്നു. ഞങ്ങൾ പരീക്ഷയ്ക്ക് വന്നത് ഞങ്ങളെ കടത്തിവിടാൻ സംവിധാനം ഉണ്ടാക്കണം എന്ന് പറഞ്ഞത് അവിടെ തീർച്ചയായും നടക്കുമായിരുന്നു. ഇതാര് തടഞ്ഞെന്ന് ഈ പറയുന്ന നിങ്ങൾ? ഇവരാരെങ്കിലും ആവശ്യപ്പെട്ടോ ഞങ്ങൾ പരീക്ഷയ്ക്ക് പോവുകയാണെന്ന്? പോലീസ് ഓഫീസേഴ്സിനോട് ആവശ്യപ്പെട്ടാൽ അവരിതിനുള്ള സംവിധാനം ചെയ്യും. തടഞ്ഞെങ്കിൽ നിങ്ങൾ പോകാനുള്ള അവകാശമുണ്ട്. നിങ്ങളെ ബോധിപ്പിക്കേണ്ട കാര്യമില്ലെന്നേ. ഇത് ഹർത്താൽ പിന്നെന്തിനാ നടത്തുന്നത്? ആ ഹർത്താൽ എന്തിനാ നിങ്ങൾ നടത്തുന്നത്? നാട്ടുകാരുടെ നെഞ്ചത്തേക്ക് കയറാനോ? നാട്ടുകാരുടെ നെഞ്ചത്ത് കയറാനോ?
രോഗികൾക്ക് ആശുപത്രി പോകുന്നതിനെ നിങ്ങൾ തടയാനും ഈ ആവശ്യമില്ലാത്ത പദപ്രയോഗങ്ങൾ രണ്ടറ്റവും കൂട്ടിമുട്ടിക്കാൻ വേണ്ടിയിട്ട് കട തുറന്നേ മതിയാകൂ എന്ന് പറയുന്ന ആളിന്റെ അടുത്ത് കടയുടെ ഷട്ടർ ഇടോ എന്ന് പറയുന്നതിനാണോ നിങ്ങൾ ഹർത്താൽ നടത്തുന്നത്? ഈ ഹർത്താൽ നടത്തുമ്പോൾ ഹർത്താൽ നിർബന്ധിതമാകരുതെന്നാണ് സാറേ കോടതിയുടെ ഉത്തരവ്. താങ്കൾക്ക് വിദ്യാഭ്യാസം ഉണ്ടല്ലോ. കോടതി ഹർത്താലിനെ കുറിച്ച് പറഞ്ഞിരിക്കുന്നുണ്ട്. നിർബന്ധിതമായിട്ട് ഹർത്താൽ നടത്തരുതെന്നാണ്. ഹർത്താലിനോട് സഹകരിക്കണമെന്ന് നമ്മൾ പറഞ്ഞിട്ടുണ്ട്. സഹകരിക്കാത്തവരുമായിട്ട് എന്തെങ്കിലും പ്രശ്നങ്ങൾ ചെറുതായിട്ടുണ്ടാവാം. അത്തരം കാര്യങ്ങൾ ഉണ്ടാവരുതെന്ന് ഞങ്ങൾ നിർദ്ദേശം കൊടുത്തിട്ടുണ്ട്. ഇത്ര മാത്രമേ എനിക്ക് ആ കാര്യത്തിൽ പറയാനുള്ളൂ. ഓക്കെ. അതായത് ഉത്തരവാദിത്തമില്ല, പലവരും പലതും കാണിച്ചു, എനിക്ക് ഉത്തരവാദിത്തമില്ല, കൈ കഴുകുക എന്നതിനാണ് പറയുന്നത്. നല്ലോണം കിട്ടിയോ? സാമാന്യം ഭേദപ്പെട്ട രീതിയിൽ. അനിയാ പോട്ടെ, അമ്പിമോനെ പോട്ടറ. സാറേ ഒന്നും വിചാരിക്കില്ലേ മക്കളെ, മാമനോടൊന്നും തോന്നല്ലേ?